എല്ലാവർക്കും നമസ്കാരം. കടുപ്പത്തിൽ ഒരു കഥയിൽ ഇന്ന് നമുക്ക് അടുത്ത കഥ കേൾക്കാം. അർത്ഥവിരാമത്തിനപ്പുറം. ചെറിയ സ്റ്റീൽ കിണ്ണത്തിലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ മഞ്ഞ നിറമുള്ള നാരങ്ങാത്തുണ്ടുകൾ പൊങ്ങിക്കിടന്നിരുന്നു. മെല്ലെ കയ്യിലെ മെഴുക്ക് കളഞ്ഞ് വിരൽ തുമ്പുകൊണ്ട് ചുണ്ടിലും ഒന്ന് തടവി കയ്യിൽ ബാക്കി നിന്ന വെള്ളത്തുള്ളികൾ ഷർട്ടിൽ വീഴാതെ ശ്രദ്ധാപൂർവം നാപ്കിനെടുത്ത് തുടച്ച് രാമചന്ദ്രൻ നേഹയെ ഒന്ന് നോക്കി. ഇടത് വിരലുകൾ കൊണ്ട് മൊബൈൽ സ്ക്രീനിൽ എന്തോ പരതിയിരിക്കുകയാണ് കുട്ടി. ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. ഇടയ്ക്ക് ഏതോ ടേബിളിൽ എന്തോ തട്ടിമറിഞ്ഞ ശബ്ദം കേട്ടപ്പോൾ മാത്രം തല ഉയർത്തി ഒന്ന് നോക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവെ ഇങ്ങനെയാണല്ലോ എന്നോർത്തു രാമചന്ദ്രൻ. അവനുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ മാത്രമേ അവർക്ക് ശ്രദ്ധയുള്ളൂ. ചുറ്റും ഇരിക്കുന്നത് ആരൊക്കെ, അതിൽ നമുക്ക് മുഖപരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള ഒന്നിലും ഒരു താല്പര്യവും കാണിക്കില്ല. നമ്മൾ കഴിക്കാൻ വന്നു, കഴിച്ചിട്ട് പോകുന്നു, അത്ര തന്നെ. പെട്ടെന്ന് അരുണ മനസ്സിലേക്ക് ഓടി വന്നു. അവൾ ഒപ്പമുള്ളപ്പോൾ ചുറ്റുമിരിക്കുന്നവരെയൊക്കെ നോക്കും, ഒപ്പം പല നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. മനസ്സിൽ തോന്നുന്നവ തന്നോട് സ്വകാര്യമായി പറഞ്ഞും ഉറക്കെ ചിരിച്ചും തീരെ ബലം പിടുത്തമില്ലാതെ ഭക്ഷണ സമയം ആകെ സജീവമാക്കുമായിരുന്നു അരുണ. അവൾ പറഞ്ഞപ്പോഴാണ് താനും ശ്രദ്ധിച്ചു തുടങ്ങിയത്. 40കളിൽ ഉള്ള ദമ്പതികൾ മിക്കവാറും പരസ്പരം സംസാരിക്കാതെ മേശപ്പുറത്ത് വന്നതിൽ മാത്രമാവും ശ്രദ്ധിക്കുക. കുറച്ചുകൂടി പ്രായമായ ഇണകളാണെങ്കിൽ ചിത്രം നേരെ മറിയും. അന്യോന്യം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും തൃപ്തിയോടെ ആഹാരം കഴിച്ചു തീർക്കുന്ന അവരെ കാണുന്നത് തന്നെ ഒരു സുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിക്കുമായിരുന്നു. തല അല്പം ചിരിച്ച് നീണ്ട മൂക്കിൻ തുമ്പ് മുകളിലേക്ക് അല്പം ചുളിച്ചുള്ള ചിരി. ആ ചിരി അതേപടി തന്നെ നേഹയ്ക്കുമുണ്ട്. ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ വിശാലതയിലേക്ക് നോക്കി കല്ലുവരികളിൽ അടുത്തടുത്തിരിക്കുമ്പോൾ അരുണ പലപ്പോഴും പറയുമായിരുന്നു, നമുക്ക് വാശിക്ക് സ്നേഹിക്കാം മാഷെ, മടുത്തു തുടങ്ങുകയേ വേണ്ട. കൂടുതൽ ഒരുമിച്ച് ജീവിക്കും തോറും കൂടുതൽ സ്നേഹിച്ചാൽ മതി. അവൾ തുടരുമ്പോൾ മെല്ലെ ഇടത് കൈ അവളുടെ വലതു തുടയിൽ ഒന്നമർത്തി ചുവന്നു തുടങ്ങുന്ന ആ മുഖത്തേക്ക് നോക്കുമായിരുന്നു. ഒക്കെ സമ്മതിച്ചു എന്ന് പറയാതെ പറയുന്ന തൻ്റെ രീതി, ഭാഷയില്ലാതെ തന്നെ പലതും മനസ്സിലാക്കപ്പെടുമായിരുന്നു. നഗരത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന തിരക്കിൽ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയതൊക്കെ എത്രയോ വർഷം പിന്നിലാണ്. ആ ഓർമ്മകൾക്ക് മാത്രം ഇന്നും എന്തൊരു ചെറുപ്പം. പിന്നിലെന്തോ ചോദിക്കുന്നത് കേട്ട് രാമചന്ദ്രൻ തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ ചോദ്യഭാവത്തിലിരിക്കുന്ന നേഹയുടെ മുഖത്ത് ഒരു ചിരി മിന്നുന്നത് കണ്ടു. അച്ഛനിത് എവിടെ പോയിരുന്നു? ഇവിടെ ആയിരുന്നില്ലല്ലോ. ഡെസേർട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, മോള് കഴിച്ചോളൂ, നാളെ ഷുഗർ നോക്കേണ്ട ദിവസമാണ്. ഫ്രൂട്ട്സ് പറയട്ടെ അച്ഛാ? വേണ്ടടാ, നീ കഴിച്ചോളൂ, ഞാൻ എടുക്കില്ല. സമാധാനിപ്പിക്കൽ കേട്ട് ചെറു ചിരിയോടെ മൊബൈൽ സ്ക്രീനിലേക്ക് തിരിച്ചു പോകുന്ന നേഹ. മുന്നിലെത്തിയ ഡബിൾ സൺഡേ ഏതറ്റത്തു നിന്ന് തുടങ്ങണം എന്നൊന്ന് ശങ്കിച്ച് പിന്നെ മെല്ലെ നീളമുള്ള സ്പൂണിൽ ചുവന്ന ചെറുകഷ്ണങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയ മകളോട് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയാലോ എന്നാലോചിച്ചു രാമചന്ദ്രൻ. വീടിനു പുറത്താകുമ്പോൾ അവൾക്കും തനിക്കും ശ്വാസമുട്ടൽ കുറയാനാണോ സാധ്യത? താൻ ചോദിക്കുന്നത് ഇഷ്ടമായില്ല എങ്കിൽ കുട്ടിയായിരിക്കുമ്പോഴുള്ള ശീലം പോലെ മുറിയിലെ ചുവരിനോട് ചേർന്ന് മുഖം പൊത്തി അവൾ നിന്നാലോ എന്നൊരു കാരണമില്ല പേടി അയാളെ പിടികൂടിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന നേഹയെ അനുനയിപ്പിക്കാൻ അരുണയ്ക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. നീളമുള്ള പളുങ്ക് ഗ്ലാസ്സിൽ സ്ട്രോബെറിയുടെ കുങ്കുമ നിറവും പിസ്തയുടെ ഇളം പച്ചയും മുകളിലൊഴിച്ച ചോക്ലേറ്റ് സോസും ഒക്കെ ചേർന്നുണ്ടാക്കിയ വർണ്ണക്കൂട്ട് നുണയുന്ന മകളെ കണ്ടിരുന്നപ്പോൾ രാമചന്ദ്രന് ഒന്നും മിണ്ടാൻ തോന്നിയില്ല. വീട്ടിലെത്തി സാവകാശം സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിൽ മനസ്സെത്തിയപ്പോൾ നേരിടാൻ ബുദ്ധിമുട്ടുള്ള എന്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആ പഴയ സ്വഭാവം അതേപടി 50ാം വയസ്സിലും കൂടെ ഉണ്ട് എന്ന് മാത്രം ഉറപ്പായി. ഉച്ചവാർത്തയുടെ തലക്കെട്ടുകൾ ശ്രദ്ധിച്ച ശേഷം ഞായറാഴ്ച പതിവുള്ള മയക്കത്തിന് കയറും മുമ്പ് നേഹയുടെ മുറിയിലേക്കൊന്ന് പാളി നോക്കി. ലാപ്ടോപ്പിന് മുന്നിൽ ഇരിപ്പ് പിടിച്ച മകളെയാണ് കാണുക എന്നുറപ്പുണ്ടായിരുന്നു. എന്താച്ചാ, എന്തെങ്കിലും വേണോ? സംസാരത്തിനിടയിലെ ചിരിത്തുണ്ട്
മുഖത്തും കണ്ണിലും ബാക്കി നിർത്തിക്കൊണ്ട് ചോദിച്ച മകളെ നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. സാവധാനം സ്വന്തം മുറിയിലെത്തി കട്ടിലിൽ കിടന്നപ്പോൾ അന്നാദ്യമായി രാമചന്ദ്രന് അരുണയോട് നീരസം തോന്നി. നിസ്സാരം എന്ന് തോന്നിപ്പിച്ച പനി ഒരു കാരണമായി പറഞ്ഞ് നേഹയെ അയാൾക്കൊപ്പം വിട്ടുപോയ അരുണ. കൺപോളകളിൽ വന്ന ഉറക്കം വഴിമാറിപ്പോയതറിഞ്ഞ് അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാവിലെ മുതൽ തുടങ്ങിയ വിങ്ങലാണ്. തൻ്റെ സ്ഥാനത്ത് അരുണ ആയിരുന്നുവെങ്കിൽ എന്താണുണ്ടാവുക എന്ന ചിന്ത വന്നെത്തിയപ്പോൾ ആ വഴിക്ക് ആലോചിക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിയാൽ എനിക്കതും കൊണ്ട് നടക്കാൻ വയ്യ മാഷേ. ചോദിച്ച് ക്ലിയർ ചെയ്യണം, അത് ആരോടായാലും. മുറിയിലെ നിശബ്ദതയിൽ എവിടെയോ അരുണയുടെ സ്വരം കേട്ടതുപോലെ. ആലോചനകൾക്കിടയിൽ ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് മനസ്സുകൊണ്ടൊരു മടക്കം നടത്തി നോക്കി. എന്തോ താഴെ വീഴുന്നത് പോലെയുള്ള ശബ്ദം കേട്ടാണ് ഇന്ന് രാവിലെ ഉണർന്നത്. ഞെട്ടി ഉണർന്ന ആലസ്യത്തിൽ കുറച്ചു സമയത്തേക്ക് ഒരു സ്ഥലകാല ബോധം തന്നെ ഉണ്ടായില്ല. തുറന്നിട്ടിരുന്ന ജനാലയ്ക്കുള്ളിലൂടെ ഇളം വെയിൽ ചിത്രങ്ങൾ വരയുന്നത് കണ്ടപ്പോഴാണ് നേരം നന്നേ വെളുത്തിരിക്കുന്നു എന്ന് മനസ്സിലായത്. അരുണ പോയതിൽ പിന്നെ നിശബ്ദമായ വീടിൻ്റെ അകത്തളം അന്നെന്തോ കൂടുതൽ മൗനമാർന്നിരുന്നു. സദാസമയവും സംസാരവും കളി തമാശകളും ഒക്കെ കൊണ്ട് സജീവമായിരുന്ന വീടകം പരാതി പറയുന്നത് പോലെ തോന്നി. പോയത് ഒരു വ്യക്തിയാണെങ്കിലും മാറിപ്പോയത് എത്ര ജീവിതങ്ങളാണെന്ന് ആലോചിച്ചു. എല്ലാം ഒന്ന് ഉഷാറാക്കണം, ഒരു ചായ കുടിച്ചിട്ടാവാം. നേഹയ്ക്കും ഇന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും, അവധി ദിവസമല്ലേ, ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോയി വരണം. അലസത മാറ്റിവെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നപ്പോൾ ഓർത്തു. ഊണുമുറിയിലെ മേശയിൽ തുറന്നു വച്ചിരിക്കുന്ന ലാപ്ടോപ്പ് മാത്രം കണ്ടു. നേഹ ഇന്ന് നേരത്തെ ഉണർന്നു കഴിഞ്ഞല്ലോ മനസ്സിൽ തോന്നുകയും ചെയ്തു. കടന്നു പോകുന്ന വഴി നാണയം നിലത്തു വീഴുന്നത് പോലെയുള്ള കൗതുക ശബ്ദം ലാപ്ടോപ്പിൽ കേട്ടതുകൊണ്ട് മാത്രമാണ് തുറന്നിരുന്ന സ്ക്രീനിലേക്കൊന്ന് പാളി നോക്കിയത്. ആരോടോ സംസാരത്തിനിടയ്ക്കാണ് അവൾ എണീറ്റു പോയത് എന്ന് വ്യക്തം. ചെയ്യുന്നത് ശരിയല്ല എന്നറിഞ്ഞിട്ടും സ്ക്രീനിൽ എഴുതി വന്നത് വായിക്കാതിരിക്കാനായില്ല. ഒരവധി ദിവസത്തിൻ്റെ മുഴുവൻ സ്വസ്ഥതയും തകർന്നത് അപ്പോഴാണ്. തലയിലൊരു കെട്ടുമായി ചിരിച്ചിരിക്കുന്ന മുഖം. ലവ് യു എന്ന് നേഹ ടൈപ്പ് ചെയ്തു പോയതിന് മറുപടിയും വന്നിട്ടുണ്ട്. കതക് തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നപ്പോൾ അവൾക്ക് മുഖം കൊടുക്കാതെ ശ്രദ്ധിച്ചു. പിന്നെ ഇപ്പോൾ ഈ നിമിഷം വരെയും രാവിലത്തെ വല്ലായിക കൂടെ തന്നെയുണ്ട്. നേഹ ലാപ്ടോപ്പിന് മുന്നിലിരിക്കുന്നത് കാണുമ്പോൾ എന്തിനോ ഒരസ്വസ്ഥത വന്ന് നിറയുന്നു. 1-2 തവണ മകളോട് ചോദിക്കാൻ ഒരുങ്ങിയെങ്കിലും എന്തോ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് പോലൊരു തോന്നൽ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കുട്ടികളോട് ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്. തനിക്ക് തീരെ പരിചയമില്ലാത്ത ഒന്ന്. അവൾ പറയുന്ന മറുപടി എന്താവും എന്ന മനസ്സിൻ്റെ ഉറപ്പില്ലായ്മയ്ക്കൊപ്പം അങ്ങനെയൊരു ബന്ധം സത്യമാണെന്ന് നേഹ പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നും ഒരു ചിന്ത വന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ തീരെ ശീലമില്ലാത്ത തന്നെ ഇവിടെ ഇങ്ങനെ മകൾക്കൊപ്പം വിട്ടുപോയ അരുണയോട് എന്തിനെന്നില്ലാത്ത പരാതി തോന്നി. കൈ ചേർത്ത് പിടിച്ച് ഒപ്പം നടന്നു വന്ന കൂട്ട് നടുവഴിയിൽ തനിച്ചാക്കി പോയ പോലെ ഒരു പരിഭ്രമം വന്ന് നിറയുന്നു. ഉച്ചയ്ക്ക് പുറത്തുപോയി ഊണ് കഴിക്കുമ്പോൾ ചോദിക്കാമായിരുന്നു. പക്ഷേ ന്യൂഡിൽസ് ഫോർക്കിൽ ചുഴറ്റി ഒരു നൂല് പോലും താഴെ കളയാതെ വളരെ വൃത്തിയായി ആഹാരം ആസ്വദിച്ച് കഴിക്കുന്ന നേഹയെ കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിച്ച് അവളുടെ ആ ഒരു സുഖം നഷ്ടപ്പെടുത്താൻ എന്തോ മനസ്സ് വന്നില്ല. അതുകൊണ്ടെന്താ, ഇപ്പോൾ ഇതാ ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിവുള്ള മയക്കം പോലും കടന്നു വരാതെ മാറി നിൽക്കുന്നതറിയുന്നു. ഇന്നിനി ഉച്ചയുറക്കമുണ്ടാവില്ല എന്ന തിരിച്ചറിവിലും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നിയില്ല. രാത്രി അയാൾക്കുണ്ടാക്കാൻ അറിയാവുന്ന ചുരുക്കം ചില വിഭവങ്ങളിൽ ഒന്നായ കഞ്ഞിയും പയറും കഴിക്കുമ്പോൾ നേഹയ്ക്ക് വന്ന ഒരു ഫോൺ വിളി അയാൾ കഴിച്ചു തീരുമ്പോഴും കഴിഞ്ഞിരുന്നില്ല. അടുക്കള വൃത്തിയാക്കി പുറത്തിറങ്ങുമ്പോഴും സംസാരം കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ടപ്പോൾ വല്ലാതെ അരിശം വന്ന രാമചന്ദ്രൻ അടുക്കള വാതിൽ വലിച്ചടച്ചു. തനിക്ക് എന്തിനോടാണ് ഈ അമർഷം? ആകെ ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടും രാമചന്ദ്രന് മനസ്സിലായില്ല. തികച്ചും തൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനോടൊക്കെയും തൃപ്തിയില്ലായ്മ മാത്രം തോന്നി. ടെറസിൽ പായ വിരിച്ച് ആകാശത്തേക്ക് നോക്കി മലർന്നു കിടന്നപ്പോൾ അന്തരീക്ഷത്തിൽ വീശിയ തണുത്ത കാറ്റ് കുറേശ്ശെ ഉള്ളിലേക്കും പടരുന്നത് പോലെ. എവിടെയോ പെയ്യുന്നുണ്ട്, അതാണ് ഇത്ര തണുത്ത കാറ്റ്, ആരോടെന്നില്ലാതെ അയാൾ പറഞ്ഞു.
അച്ഛനെന്താ തനിയെ വർത്തമാനം പറയുന്നത്? അയാൾക്കുള്ള പാലുമായി വന്ന നേഹ സംശയത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. തലമുടി ഒതുക്കിക്കെട്ടി രാത്രിയിലിടുന്ന പൈജാമയും കുപ്പായവും ഇട്ടുവന്ന നേഹ കിടക്കാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലായി. അടുക്കള വാതിൽ പതിവില്ലാതെ വലിച്ചടച്ചതിൻ്റെ ഒരു പരിഭ്രമമോ മനസ്സിലാകായകയോ ഒക്കെ ആ മുഖത്ത് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മോള് വന്നേ, ഇവിടെ കിടന്ന് മുകളിലോട്ടൊന്ന് നോക്കിക്കേ, എന്ത് രസമാണ് ആകാശം കാണാൻ. അയാൾ മകളെ വിളിച്ചു. അച്ഛാ, നാളെ ഇന്റേണൽ എക്സാം തുടങ്ങുകയല്ലേ, രാവിലെ നേരത്തെ പോകണം, ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ് അച്ഛാ. അകത്തേക്ക് തിരിയുമ്പോൾ നേഹ പറഞ്ഞു. അടഞ്ഞ കതകിലേക്ക് നോക്കിയപ്പോൾ തൊണ്ടയിൽ എന്തോ ഒന്ന് വന്ന് നിറയുന്നത് പോലെ. വിരിച്ചിട്ട പായയിൽ അയാളുടെ ഒപ്പം ആകാശം നോക്കിക്കിടന്നിരുന്ന, കണ്ണിറുക്കുന്ന നക്ഷത്രങ്ങൾക്ക് പേരിടാൻ ബഹളം വയ്ക്കുമായിരുന്ന മകളെ കളഞ്ഞുപോയതായി തോന്നി. ടെറസിലെ അരമതിലിൽ വന്നു വീഴുന്ന നിഴലിൽ കൈവിരലുകൾ കൊണ്ട് മാൻ ഓടുന്നതും നായ വായ അനക്കുന്നതും ഒക്കെ കാണിച്ചു പരിശീലിക്കുമായിരുന്ന അവൾ വലുതായി എന്ന് മനസ്സിലാക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിലേറെ അലട്ടിയത് നാളെ അവൾക്ക് പരീക്ഷ തുടങ്ങുന്ന കാര്യം അയാൾ ഓർത്തില്ല എന്നതായിരുന്നു. ഇതാദ്യമായല്ല ഇങ്ങനൊരു വിഷമം തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങി നെഞ്ചിൽ കുരുങ്ങുന്ന അനുഭവം ഉണ്ടാകുന്നത്. അരുണയില്ലാത്ത ജീവിതത്തിലേക്ക് തിരികെ വന്നു തുടങ്ങിയ ദിവസങ്ങളിലൊന്നിൽ രാവിലെ പതിവ് സമയമായിട്ടും ദോശ കഴിക്കാൻ കാണാത്തതുകൊണ്ടാണ് നേഹയുടെ മുറിയിൽ ചെന്നത്. കട്ടിലിൽ കമഴ്ന്നു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ ആദ്യമൊന്ന് പേടിച്ചു. എന്താ മോളെ? ചോദ്യത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞിട്ടാവണം. ഒന്നുമില്ല, വയറുവേദനിക്കുന്നു അച്ഛാ, പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു നേഹ. അച്ഛനിപ്പോൾ അരിഷ്ടം കൊണ്ടുവരാം, ഇന്നലത്തെ ആഹാരം എന്തെങ്കിലും പിടിക്കാത്തതാവും. വേണ്ട അച്ഛാ, എനിക്കിത്തിരി ചൂടുവെള്ളം ഹോട്ട് വാട്ടർ ബാഗിലെടുത്ത് തന്നാൽ മതി. അവൾ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അരിഷ്ടം വേണ്ടാതെ പിന്നെ? എങ്കിൽ വരൂ, ഡോക്ടറെ കാണാൻ. ഇപ്പോൾ ഹോട്ട് വാട്ടർ ബാഗ് എന്തിനാണ്? ചോദ്യത്തിൽ അക്ഷമയാണ് മുന്നിട്ട് നിന്നിരുന്നത്. സാരമില്ല അച്ഛാ, ഇത് പതിവുള്ളതാണ്, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവളെക്കൊണ്ട് പറയിക്കാതെ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്നോടത് പറയാനുള്ള അവളുടെ ശ്വാസമുട്ടൽ കണ്ടപ്പോഴാണ് അച്ഛന് ഏത് റോളും പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞത്. അരുണേ എന്ന ഒറ്റ വിളിയിൽ പരിഹരിക്കപ്പെടുമായിരുന്ന നിരവധി സന്ദർഭങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അതെന്ന് പിന്നീടുള്ള ജീവിതമാണ് മനസ്സിലാക്കി തന്നത്. പുറത്തേക്കിറങ്ങുമ്പോൾ 2 or 3 തവണ ഡ്രസ്സ് മാറ്റിയാൽ മാത്രം തൃപ്തിയാവുന്ന നേഹയുടെ ശീലം മുതൽ കുളിമുറിയിലെ തറയിൽ കാണുന്ന മുടിയിഴകളും എത്ര ഒതുക്കി വെച്ചാലും വലിച്ചു വാരിയിട്ടതുപോലെ തോന്നിപ്പിക്കുന്ന മുറികളും ഒക്കെ പലപ്പോഴും വല്ലാതെ അലോസരപ്പെടുത്തുന്നു. രാവിലെ നേഹയെ കോളേജ് ഗേറ്റിൽ വിട്ടപ്പോഴേ കണ്ടു കാത്തു നിൽക്കുന്ന 4-5 ആൺകുട്ടികളുടെ സൗഹൃദ സംഘം. ആ കൂട്ടത്തിലെ 1-2 പേരെ കണ്ട പരിചയമുണ്ട്. ഓഫീസിലെത്തിയിട്ടും മനസ്സിൽ രാവിലെ ഗേറ്റിൽ കണ്ട പയ്യന്മാരും ലാപ്ടോപ്പിലെ വരികളുമൊക്കെ മിന്നിയും തെളിഞ്ഞും നിന്നു. ഇടയ്ക്ക് കിട്ടിയ ഒഴിവിൽ മനസ്സിൽ വളരെ കൂട്ടൽ കിഴിക്കൽ നടത്തിയിട്ടാണ് അടുത്ത സീറ്റിലെ ജയശ്രീയോട് ഇതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. വിഭാര്യൻ എന്ന പ്രത്യേക പരിഗണന കാണിച്ച് തന്നെ ഏറെ വിഷമിപ്പിക്കാത്ത ഒരു സഹപ്രവർത്തക. ശ്രദ്ധയോടെ കേട്ടിരുന്ന ജയശ്രീ ഇത്തിരി ആലോചിച്ച ശേഷം പറഞ്ഞത് ഒരു ചെറിയ ചിരിയോടെയാണ്. രാമചന്ദ്രൻ വെറുതെ വേണ്ടാത്തത് എത്രയാണ് ആലോചിച്ചു കൂട്ടിയത്. ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുന്ന രീതി തന്നെ ഒന്ന് വേറെയാണ്. നമ്മുടെ തലമുറയിൽ ലവ് യു എന്നതിന് പ്രണയം എന്നൊരർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ചന്ദ്രൻ അറിയുമോ, മിസ് യു, ലവ് യു എന്നതൊക്കെ നമ്മുടെ ഭാവനയിലുള്ളതുപോലെ അതിവൈകാരികമായി അല്ല അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്ന് കണ്ടു എന്നതുകൊണ്ട് മാത്രം ഇത്രയൊന്നും ആലോചിച്ചു കൂട്ടണ്ട. നേഹ എനിക്കറിയാമല്ലോ, അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നിലേക്കും അവൾ എടുത്തു ചാടില്ല. ഒരു കാര്യം ചെയ്യൂ, സൗകര്യം പോലെ രാമേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അവളുടെ പേജിൽ പോയി നോക്കൂ. അപ്പോൾ ഈ സംശയമൊക്കെ മാറിക്കിട്ടും. ഇതേ പ്രായത്തിലുള്ള 2 ആളെ എൻ്റെ വീട്ടിൽ എന്നും കാണുന്നതല്ലേ ഞാൻ. പറയുന്നത് കേട്ടിരുന്നപ്പോൾ ഉണ്ടായ സമാധാനം മുഖത്തും പടർന്നിരിക്കണം. നോക്കൂ, രാമചന്ദ്രനെ പോലെ തന്നെയോ അതിലും അധികമായോ നേഹയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടാവും അരുണയെ. പകരം നിൽക്കാനായില്ലെങ്കിലും അവളുടെ ചിന്തകളും സൗഹൃദങ്ങളും ഒക്കെ പങ്കിട്ട് കുറച്ചെങ്കിലും ഒപ്പം നിൽക്കാൻ നോക്കണം. ആരും ഇല്ല എന്ന തോന്നലിലാണ് ഈ പ്രായത്തിൽ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നത്. അവളോട് ധാരാളം സംസാരിക്കണം. അവളുടെ സൗഹൃദങ്ങളും അവയൊക്കെ ഏത് ലെവലിലാണ് അവൾ കരുതുന്നതെന്നും അപ്പോൾ മനസ്സിലാവും.
സത്യത്തിൽ പല കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് എത്രയോ ഉയരത്തിലാണെന്നോ. ഉച്ചയ്ക്ക് ശേഷം അവധിയാക്കി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ രാമചന്ദ്രൻ്റെ മനസ്സിൽ വന്നത് ബാക്കി നിൽക്കുന്ന ജീവിതവും അതിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടതിനെക്കുറിച്ചുമാണ്. അർത്ഥമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് തകർക്കുന്ന നേഹയ്ക്കൊപ്പം ചിരിച്ച് തകർക്കുന്ന അരുണയോട് മുൻപ് പലപ്പോഴും അല്പം അതിശയത്തോടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ പൊട്ടത്തരമൊക്കെ കെട്ടി ചിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ? ചില സമയത്ത് താൻ അവളേക്കാളും ചെറുതാവുമല്ലോ. ഒരു ചിരിയോടെ അരുണ പറയും, നമ്മുടെ പ്രായത്തിലല്ലേ ഇതൊക്കെ പൊട്ടത്തരങ്ങൾ, അവർക്കത് അവരുടെ ലോകമാണ്. നമ്മളോട് ഷെയർ ചെയ്യാൻ വരുമ്പോൾ മാറിപ്പോയാൽ പിന്നെ നമ്മൾ അറിയണം എന്നാഗ്രഹിക്കുമ്പോൾ അവർ ആവും മാറിപ്പോവുക. നേഹയ്ക്ക് പിന്നെ നമ്മൾ കേട്ടാൽ മതി, ശ്രദ്ധിച്ചില്ല എങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് മൂളിക്കൊടുത്ത് അവളുടെ കൂടെ ഉണ്ടായാൽ മതി. മധ്യവയസ്സെത്തിയ താൻ സ്വന്തം കാര്യം മാത്രം ആലോചിച്ച് ജീവിതത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ടതിൽ വിഷമിച്ച് ഒന്നിലും ഉൾപ്പെടാതെ തള്ളി നീക്കിയ എത്രയോ ദിവസങ്ങൾ. വീട് എന്നത് സമാധാനമാകുന്നതിന് പകരം തികച്ചും ഒറ്റപ്പെടുത്തലാണ് നേഹയ്ക്കുണ്ടാക്കുന്നത്. ജീവിതം ഇത്രയൊക്കെ കണ്ട തനിക്ക് ഇനിയും സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ അവൾ എത്രമാത്രം ഒറ്റപ്പെടുന്നുണ്ടാവണം. ജയശ്രീ പറഞ്ഞതുപോലെ ഓരോന്നായി പഴയ താളത്തിലാക്കണം ജീവിതം. വീടെത്തിയ രാമചന്ദ്രൻ വണ്ടി പാർക്ക് ചെയ്ത് അകത്ത് കയറി ആദ്യം ചെയ്തത് മാസങ്ങളായി അടച്ചിട്ടിരുന്ന ജനാലകൾ തുറന്നിടുകയാണ്. പ്രകാശത്തിൻ്റെ ഒരു കടൽ വീട്ടിനുള്ളിലേക്ക് തിരയടിച്ചതുപോലെ തോന്നി. ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല ജീവിതം എന്നും വരുന്നതെന്തിനേയും നേരിടുകയാണ് വേണ്ടതെന്നും താൻ കാണിച്ചു കൊടുത്തില്ല എങ്കിൽ തളർന്നു പോകില്ലേ നേഹ? അവൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒപ്പം കൂട്ടി മുന്നോട്ടാവണം യാത്ര. മോൾ വരുമ്പോഴേക്കും അവളുടെ പ്രിയപ്പെട്ട ബോംബെ ടോസ്റ്റ് ഉണ്ടാക്കി വെക്കണം. വൈകുന്നേരങ്ങളിലെ ഷട്ടിൽ കളി മുടങ്ങിയതോടെ അഴിച്ചു മാറ്റിയിരുന്ന നെറ്റ് സ്റ്റോറിൽ തന്നെ ഉണ്ടാവണം. അരുണയുടെ അസാന്നിധ്യം ജീവിതത്തിൽ അങ്ങനെ തന്നെ എന്നും ഉണ്ടാവുമെങ്കിലും അർത്ഥവിരാമത്തിൽ ഒതുക്കേണ്ടതല്ല ഇനിയുള്ള ദിവസങ്ങൾ എന്ന തീർച്ചയിൽ രാമചന്ദ്രൻ നേഹയെ കാത്ത് മുൻവാതിൽ തുറന്നിട്ടു. മുൻപ് എവിടെയോ ഒരു വായനയിൽ കണ്ടതുപോലെ വേർപെട്ടു പോകുന്ന ആത്മാക്കൾ നമ്മോടൊപ്പം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം. അന്തരീക്ഷത്തിലെ മറ്റൊരു തലത്തിലാണെന്ന് മാത്രം. മകൾ തനിക്കൊപ്പം സന്തോഷമായി കഴിയുന്നത് കാണുമ്പോഴല്ലേ അരുണയ്ക്കും സമാധാനമാവൂ. തുറന്നിട്ട് ജനാലയിലൂടെ കയറി വന്ന കാറ്റിൽ ഏതോ സുഖകരമായ ഗന്ധം കലർന്നിരിക്കുന്നത് പോലെ രാമചന്ദ്രന് തോന്നി. മുറ്റത്തെ പവിഴമല്ലിയിൽ തൊട്ട് തലോടി വന്ന കാറ്റ് വിട്ടുപോവാൻ മനസ്സില്ലാത്തതുപോലെ മുറിയിലാകെ പരുങ്ങി നിന്നു. കഥ അർത്ഥവിരാമത്തിനപ്പുറം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ പറയാനും കൂടുതൽ പേരിലേക്ക് കഥ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കണും. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച കാണാം.